എല്ലാവർക്കും വെൽക്കം. അപ്പം ഞാൻ ഇന്ന് റോബ്ലോക്സ് ആണ് കളിക്കുന്നത്. അതിനകത്ത് വാരീസ് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കുന്നത്. സൗണ്ട് ഇച്ചിരി കുറയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കളിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഞാൻ ഓൾറെഡി ഈ ഗെയിം എനിക്ക് അറിയാവുന്നൊരു ഗെയിമാണ്. അതുകൊണ്ട് ഞാനിത് ഓൾറെഡി ഈസി മോഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഈസി മോഡ് കളിക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് ഇതൊക്കെ എനിക്ക് അറിയാം ഇതിനകത്ത് അത്യാവശ്യം. ഗൈസ്, അപ്പം ഞാൻ പോവാണ്. അത്രേ ഉള്ളൂ. ചാടുക, ഇവിടെയും ചാടുക, ഇതൊക്കെ നമുക്കറിയാം ഗൈസ്. നമുക്ക് പ്രോകൾക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇതൊക്കെ ഞെക്കുക. അയ്യോ ആ ഇവിടെ എത്ര പ്രോ ആയാൽ ശരിയാവില്ല. എന്നാലും നമ്മളൊരു കുഴപ്പമില്ലാതൊക്കെ അത് കംപ്ലീറ്റ് ചെയ്തു. കുട്ടിക്ക് എത്രയേ ഉള്ളൂ. ഇവിടെ ഒരുത്തം പിടിക്കാൻ വരും. ഇപ്പം പോയാൽ അവൻ നമ്മളെ തീർക്കും. ഇനിയും പോവാം. ഈശിപ്പൂശി. അയ്യോ, പെട്ടെന്നേക്കി തീർത്തു. ഈശിപ്പൂശി തീർന്നു. അയ്യോ, അവൻ താഴെ വീണു. ധൈര്യട്ടെ കയറി വാടാ. അയ്യേ മണ്ടൻ ഇവിടെ തന്നെ നിൽക്കുക. നമ്മളെ പിടിക്കാൻ കേറി വരുന്ന പോലും ഇല്ല. എന്തി അവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്നതാണ്. തീർന്നു ഗൈസ്. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യാൻ മാക്സിമം നോക്കാം. പക്ഷെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്. ഓക്കെ, ഞാൻ പോകുന്നുണ്ട്. ഇവിടെ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ എനിക്ക് അത്ര വശമില്ലാത്ത സ്ഥലം കണ്ടോ. അങ്ങനെ വന്നോണ്ടാണ് എനിക്ക് അവിടെ അത്ര വശമില്ലാത്ത. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്വന്തം സ്ഥലം പോലെയൊക്കെയാണ്. അത് തുറന്നിട്ട് പോയേക്കാം. നമുക്ക് മാക്സിമം പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ തന്നെ 1 മിനിറ്റ് ആയി. പെട്ടെന്ന് കുഴിക്കണം ഇങ്ങോട്ട്. ഇവിടൊന്നും വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ അങ്ങനെ പറയുമ്പോഴായിരിക്കും വീഴുന്നേ. ഇവിടൊന്നും വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. എനിക്ക് അത് പൊട്ടി വീഴുമെന്ന് എനിക്കറിയാം. ഇവിടൊക്കെ നമുക്ക് ഇങ്ങനെ ചുമ്മാ പോവാം. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു സ്പീഡിൽ പോകുന്ന ഒരു സ്ഥലം വരും. അതായത് ഒരു കാറ്റ് വന്നിട്ട് നമ്മൾ സ്പീഡിൽ കൊണ്ടുപോകുന്നത്. അവിടെ എനിക്ക് അത്യാവശ്യം നല്ല പാടാണ്. ഇവിടുന്ന് ഒരു ബോൾ ഉരുണ്ട് വരും. അപ്പം അത് ഉരുണ്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തോണ്ട് ആ ബോളില്ലേ, അത് ഉരുണ്ട് വരുന്ന നമ്മുടെ ഇവിടെ കയറാൻ നമ്മൾ ഇങ്ങനെ ഒളിച്ചിരിക്കണം. അവിടെ ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ നോക്കിയാൽ ആ ബോൾ നമ്മളെ ഉറപ്പായിട്ടും തീർക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് പോകുന്നതാണ് സേഫ്. ഞാൻ ഈസി മോഡ് കളിച്ചപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെയാണ് ചത്തത്. ഇത് ചാടി ഇങ്ങനെ കയറാം. ഇവിടെ ഒരുത്തം പിടിക്കാൻ വരുമെന്നാണ് തോന്നുന്നത്. ഇതെന്താ ഒരുത്തം അവൻ നമ്മളെ പിടിക്കാൻ വരും. അവൻ നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ പോയി ലിവർ തിരിക്കണം. പക്ഷെ എന്നാലും അവൻ ഭയങ്കര പതുക്കെ വരുന്നത്. അവനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വെട്ടിച്ചോടാൻ പറ്റും. അപ്പൊ ഞാൻ ഓടി പോകുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ പൊട്ടിയ സ്റ്റെപ്പ് കയറി പോണം. അയ്യോ, ഞാൻ വീണെന്ന് വിചാരിച്ചു. ഞാൻ ഈസി മോഡ് കളിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വീണായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോലും വീഴാതെ നമ്മൾ വന്നു. ഇത് നമ്മളങ്ങ് തിരിച്ചറിയാം. അത് റീജിയൻ നോക്കണ്ട. എങ്ങാനും നമ്മളിത് കയറാതെ ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ റീജിയന് നിൽക്കിയാൽ മതി. അപ്പോൾ മതി. അപ്പോൾ ഇവിടെ സ്പീഡിൽ പോകും. പക്ഷെ ഇവിടെ അത്ര കുഴപ്പമില്ല. ഒരു 2-3 ട്രയലുകൊണ്ടൊക്കെ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ സ്പീഡ് കൂടും. അപ്പോൾ നമ്മുടെ ഷാഡോ ഒക്കെ ആ സൈഡിൽ നല്ലതുപോലെ കാണും. ഇവിടെ ചാടി പോകുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവാണ്. ഞാൻ ഫസ്റ്റ് ട്രയൽ തീർക്കുമെന്ന് തോന്നുന്നു. തീർത്തു. ഇതും കയറി പോവാം. ഇവിടെ നമ്മൾ സ്റ്റോറേജ് റൂമിൽ പോയി നമ്മളൊരു അവിടെ ഒരു ലാഡർ കണ്ടുപിടിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറേജ് റൂമിൽ പോയി അവിടെ ഒരു ലാഡർ ഉണ്ട്. ഈ റീജിയനിൽ ഞെക്കിയാൽ നമ്മൾ ലാഡർ
തിരിച്ചിവിടെ പോകണം. കാരണം ഈ ഗെയിമിൽ ചെറിയ ഗ്ലിച്ചൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ലാഡർ ഡിസ്പോൺ ആയി പോയാൽ നമുക്ക് ആ റീജനിൽ ഞെക്കിയാൽ നമുക്കത് തിരിച്ച് കിട്ടും. നമ്മളിവിടെ ഇത് ഡ്രോപ്പ് ചെയ്താൽ മതിയുണ്ട്. എന്നിട്ട് ഈ ലാഡറിൽ ചവിട്ടി ഇത് തുറക്കണം. എന്നിട്ട് ചാടി ഇതിലേക്ക് പിടിച്ച് നമ്മൾ മുകളിലേക്ക് കയറണം. ഇതല്ല ഇത് നമ്മൾ ഒരു കാറ്റ് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ നമ്മളിത് ചാടി ഫ്രണ്ടിലേക്ക് പോകണം. ഞാൻ ചാടി ഫ്രണ്ടിലേക്ക് കഷ്ടപ്പെട്ടു പോകണം. എന്നാലും നമുക്ക് ചാടാതിരുന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഫ്രണ്ടിലേക്ക് പോകും. ഇത് കണ്ടോ? പക്ഷെ അത് ഭയങ്കര താമസമാണ് അങ്ങ് ഫ്രണ്ടിലേക്ക് പോകാൻ. ഇവിടെ പക്ഷെ ഇച്ചിരി പാടാണ്. പക്ഷെ എനിക്ക് ഇവിടെ പാടായിട്ട് എനിക്ക് ഇവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കാറ്റ് കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതെന്നാ ചാട ഞാൻ ആദ്യമേ പറഞ്ഞ് നമ്മളെ കാറ്റ് കൊണ്ടുപോകുന്നൊരു സ്ഥലം. അവിടെയാണ് ഇച്ചിരി പേടിക്കേണ്ടത്. ഇവിടെ 3 വാൽവുണ്ട്. ഇപ്പം നമ്മൾ ആ വഴി പോയാൽ നമ്മളിങ്ങോട്ട് കാറ്റടിച്ച് താഴേക്ക് പോയി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നും അറിയാതെ ഈ വഴി പോയാൽ നമ്മൾ ചാകും. അതിന് പകരം നമ്മൾ ഈ താഴേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഈ റെഡ് വാൽവ് കണ്ടോ, അത് നമ്മളൊന്ന് തിരിക്കണം. അത് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വാൽവ് കണ്ടോ, അതും നമ്മൾ തിരിക്കണം. ഞാൻ സാധാരണ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ്ലി എടുത്ത് ചാടാറാണ് പതിവ്. പക്ഷെ അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചാടുന്നില്ല. നമ്മൾ ഷാഡോ ഒക്കെ താഴെ നല്ലപോലെ കാണാം. അപ്പോൾ 2 കാറ്റ് പോകുന്ന സ്ഥലം അവിടുത്തെ അടഞ്ഞതായിട്ട് കാണാം. ഇനിയും ആ വാൽവ് കൂടെ നമുക്ക് അടയ്ക്കണം. അത് കഴിയുമ്പോൾ അവിടുത്തെ 3ാമത്തെ വാൽവ് പോകും. 3ാമത്തെ ഇത് 3 ഇപ്പോൾ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെ സിമ്പിളായിട്ട് പോകാം. പിന്നെ നമ്മൾ ഇതെല്ലാം കയറി പോകണം. ഓക്കെ, ഈ വെന്റിൽ കൂടെ പോയിട്ട് ഇവിടാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ കാറ്റ് കൊണ്ടുവരും. നമ്മളവിടെ കറക്റ്റായിട്ട് ചാടിയില്ലെങ്കിൽ നമ്മൾ വീഴും. ഇവിടെ കുഴപ്പമില്ല, എനിക്ക് ഇവിടാണ് കുഴപ്പം. ഇവിടെ ഞാൻ എപ്പോഴും വീഴും. ഓക്കെ, ഇതുവരെ വീണില്ല. മിക്കവാറും ഇവിടുത്തെ ലാസ്റ്റിലായിരിക്കും ഞാൻ വീഴാൻ ചാൻസ്. വീണില്ല. ഞാൻ ഫസ്റ്റ് ട്രയലിൽ ഇത് ആദ്യമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ 2ാമത്തെ ട്രയലിലായിരുന്നു. ഇവിടുന്ന് നമ്മൾ ആ കറക്റ്റ് ആ വെന്റിലേക്ക് എടുത്ത് ചാടണം. ഓക്കെ, ഞാൻ വെന്റിലെത്തി. ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ഇവിടെ അയാൾ നമ്മളെ പിടിക്കാൻ വരും. അപ്പോൾ നമ്മൾ അയാളെ കൊല്ലണം. ഇതിനകത്ത് 4 പേരാണ് ടോട്ടൽ പിടിക്കാൻ വരുന്നത്. ആദ്യം നമ്മൾ കണ്ട ഒരു പോലീസുകാരൻ, പിന്നെ ഒരു മെറ്റലിൻ്റെ നമ്മൾ സ്ലോ ആവും അയാൾ ഇത് വെച്ച. പിന്നെ ഒരു മെറ്റലിൻ്റെ ഒരു സാധനം ഇട്ട് ലാവ വെക്കണം. പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഗണ്ണെടുത്ത് എൻ്റെ ഗണ്ണ് കാണുന്നില്ല. ഗെയിം ഗ്ലിച്ചായെന്ന് തോന്നുന്നു. എൻ്റെ ഗണ്ണെന്തിയാടാ? താടാ ഗണ്ണ് തീർന്നു. ഗൈസ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെയും കഷ്ടപ്പെട്ട് കളിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഞാൻ റീകണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഗെയിമിൽ എന്തോ ഗ്ലിച്ച് പറ്റിയതാണെന്ന് തോന്നുന്നു. അത് പോയി. പക്ഷെ ഞാനാണെങ്കിൽ ആദ്യം തൊട്ട് പിന്നെ കളിക്കാമെന്ന് വെച്ചു. വെടി വയ്ക്കും. ഇപ്പോൾ നമ്മളിവിടുത്തെ ഗണ്ണ് എടുക്കണം, എന്നാലേ നമുക്കത് കിട്ടി. ഗണ്ണ് കിട്ടി. താഴെ ഗ്യാസ് കാണുമല്ലോ. നമുക്ക് വെയിറ്റ് കൊടുക്കും. പിന്നെ ഇതിനകത്ത് ടോട്ടൽ 4 പേരെയാണ് പിടിക്കാൻ. ആദ്യത്തെ പോലീസുകാരൻ, പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരുത്തനില്ലേ അവനുണ്ട്, പിന്നെ ഇപ്പം നമ്മൾ ഫേസ് ചെയ്തവൻ. അങ്ങനെ 3 പേര് ഇതുവരെ നമ്മൾ പിടിക്കാൻ വന്നു. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു. ഗൈസ്, ഞാനാണെങ്കിലും ഇത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന് ആദ്യം കളിച്ചത് പോയി. അപ്പം ഞാൻ ഒന്നുകൂടെയും കളിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഞാൻ പക്ഷേ ഇപ്പോൾ 2ാമത് കളിച്ചപ്പോൾ ഒരു പ്രാവശ്യം പോലും ചത്തിട്ടില്ല. ഈ ലേസർ നമ്മൾ പെടാണ്ട് പോകണം. ഈ ലേസർ കറങ്ങുമായിരുന്നു. ഇപ്പോൾ നമുക്ക് നെറ്റിൻ്റെ ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് ഗൈസ്. പിന്നെയും നെറ്റ് പോയി. അപ്പോൾ ഗൈസ്, എനിക്കാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനിപ്പോൾ പറ്റില്ല. നെറ്റ് എപ്പോഴും അങ്ങ് പോവുകയാണ്. ഇനി എനിക്ക് കളിക്കാൻ കുറേ നേരം എടുക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ഈ വീഡിയോ ഈ ഒരു ഗെയിം ഞാൻ ഫിനിഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.